ഹായ് ഫ്രണ്ട്സ്, ഓപ്പൺ ഏജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. +2 ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ സെറ്റ് 4-ൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, അസിസ്റ്റൻറ്റ് ജയിലർ, എക്സൈസ് ഇൻസ്പെക്ടർ 2015, ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 169/2015. ചോദ്യങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ ഞങ്ങളുടെ ലേറ്റസ്റ്റ് ക്ലാസ് വീഡിയോസും ജോബ് നോട്ടിഫിക്കേഷൻസും ലഭിക്കുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുകയും വേണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ടോക്സിക് സബ്സ്റ്റൻസസ് എൻ്റർ ഇൻ ടു ദ ഫുഡ് ചെയിൻസ് ആൻഡ് അക്യുമുലേറ്റ് ഓൺ ഹയർ ട്രോഫിക് ലെവൽസ്. ദ ഫിനോമിനൻ ഈസ് കോൾഡ്. ഉത്തരം ഓപ്ഷൻ സി ആണ്, ബയോമാഗ്നിഫിക്കേഷൻ. ജലസ്രോതസ്സുകളിൽ അമിതമായി ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഫ്രീ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ആൽഗകളുടെ എക്സസീവ് ഗ്രോത്തിന് കാരണമാകുന്നു. അതിനെയാണ് ആൽഗൽ ബ്ലൂം എന്നറിയപ്പെടുന്നത്. എന്നാൽ അബ്നോർമൽ അക്യുമുലേഷൻ ഓഫ് ഫ്ലൂയിഡ് ഇൻ അബ്ഡോമിനൽ ക്യാവിറ്റി അറിയപ്പെടുന്നത് അസൈറ്റ്സ് എന്നാണ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ മിക്സഡ് നെർവ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, വാഗസ് നെർവ്. ടോട്ടൽ നമ്പർ ഓഫ് നെർവ്സ് ഇൻ ഹ്യൂമൻ ബോഡി എന്ന് പറഞ്ഞാൽ 43 പെയേഴ്സ് ആണ്. അതിൽ 31 പെയേഴ്സ് വരുന്നത് സ്പൈനൽ നെർവ്സ് അഥവാ സുഷുമ്ന നാഡിയാണ്. എന്നാൽ ബാക്കി 12 വരുന്നത് ക്രേനിയൽ നെർവ്സ്, ശിരോനാഡി. 10th ക്രേനിയൽ നെർവ് എന്നറിയപ്പെടുന്നതാണ് വാഗസ് നെർവ്. അടുത്ത ചോദ്യം, ദ സ്മോളസ്റ്റ് ആൻഡ് ലൈറ്റസ്റ്റ് ബോൺ ഇൻ ഹ്യൂമൻ ബോഡി ഈസ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സ്റ്റേപ്പസ്. അടുത്ത ചോദ്യം, ദ വാക്സിൻ യൂസ്ഡ് ഇൻ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ക്യാമ്പയിൻ ഇൻ ഇന്ത്യ ഈസ്? അത് PSC എന്ന ക്യാൻസൽ ചെയ്ത ചോദ്യമാണ്. അതിൻ്റെ കറക്റ്റ് ഉത്തരം ഓറൽ പോളിയോ വാക്സിനാണ്. അടുത്ത ചോദ്യം, ഇൻ എ മോണോ ഹൈബ്രിഡ് ക്രോസ് എ ഹെട്രോജീനിയസ് ടോൾ പീ പ്ലാന്റ് ഈസ് ക്രോസ്ഡ് വിത്ത് എ ഡോർഫ് പീ പ്ലാന്റ്. വിച്ച് ടൈപ്പ് ഓഫ് പ്രോജനീസ് ഈസ് ഫോംഡ് ഇൻ ദ F1 ജനറേഷൻ? ഉത്തരം ഓപ്ഷൻ സി ആണ്, ബോത്ത് ടോൾ ആൻഡ് ഡോർഫ്. അപ്പോൾ F1 ജനറേഷനിൽ ടോളും ഡോർഫുമായിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ടാവും. അടുത്ത ചോദ്യം, ദ എലമെൻറ്റ് വിച്ച് ഷോ വേരിയബിൾ വാലൻസീസ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഡി ബ്ലോക്ക് എലമെൻറ്റ്സ്. ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ് വേരിയബിൾ വാലൻസീസ് കാണിക്കുന്നത്. അടുത്ത ചോദ്യം, വിച്ച് കോമ്പൗണ്ട് ഈസ് കോൾഡ് കാർബറൻറ്റം? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സിലിക്കൺ കാർബൈഡ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ഫാക്ട്സ് നോക്കാം. ഫൂൾസ് ഗോൾഡ് എന്നറിയപ്പെടുന്നത് അയൺ പൈറൈറ്റ്സ് ആണ്. ലാഫിംഗ് ഗ്യാസ് എന്നറിയപ്പെടുന്നത് നൈട്രസ് ഓക്സൈഡ് ആണ്. യൂണിവേഴ്സൽ സോൾവെൻറ്റ് വാട്ടർ ആണ്. വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത് മെത്തനോൾ ആണ്. കിങ് ഓഫ് കെമിക്കൽസ് എന്നറിയപ്പെടുന്നത് സൾഫ്യൂറിക് ആസിഡ് ആണ്. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നും സൾഫ്യൂറിക് ആസിഡ് അറിയപ്പെടുന്നു. കിങ് ഓഫ് മെറ്റൽ എന്നറിയപ്പെടുന്നത് ഗോൾഡ് ആണ്. റോയൽ സൊല്യൂഷൻ എന്നറിയപ്പെടുന്നത് അക്വറീജിയാണ്. ഗ്രെയിൻ ആൽക്കഹോൾ എന്നറിയപ്പെടുന്നത് എത്തനോൾ ആണ്. വണ്ടർ ഡ്രഗ് എന്നറിയപ്പെടുന്നത് ആസ്പിറിൻ. മാർഷ് ഗ്യാസ് എന്നറിയപ്പെടുന്നത് മീഥേൻ. അതുപോലെ കിങ് ഓഫ് പോയിസൺ ആണ് ആർസെനിക്. അടുത്ത ചോദ്യം, ദ ലെൻസ് യൂസ്ഡ് ടു റെക്ടിഫൈ ദ ഡിസീസ് മയോപ്പിയ? ഷോർട്ട് സൈറ്റ് എന്നറിയപ്പെടുന്നത് മയോപ്പിയ തന്നെയാണ്. ഉത്തരം ഓപ്ഷൻ ബി, കോൺകേവ് ലെൻസ് ആണ്. ഡൈവേർജിങ് ലെൻസ് എന്നറിയപ്പെടുന്നത് കോൺകേവ് ലെൻസ് ആണ്. കോൺകേവ് ലെൻസിൽ ഫോം ചെയ്യുന്ന ഇമേജസ് വെർച്വലും ഇറക്റ്റും ആയിരിക്കും. അടുത്ത ചോദ്യം, ദ മോസ്റ്റ് അബണ്ടൻറ്റ് എലമെൻറ്റ് ഇൻ ദ എർത്ത് ക്രസ്റ്റ് ഈസ്? എർത്ത് ക്രസ്റ്റിൽ ഏറ്റവും അബണ്ടൻ്റ് ആയിട്ട് കാണപ്പെടുന്ന എലമെൻറ്റ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഓക്സിജൻ. ഇവിടെ നമുക്കൊരു കോഡ് ഓർത്ത് വയ്ക്കാം. ബോഫൻ, BOPHAN. BOPHAN. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഓക്സിജൻ, പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഹൈഡ്രജൻ, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ളത് നൈട്രജൻ. അടുത്ത ചോദ്യം, ദ യൂണിറ്റ് ഓഫ് ആക്സിലറേഷൻ ഈസ്? ആക്സിലറേഷൻ്റെ യൂണിറ്റ് ഓപ്ഷൻ ബി ആണ് ഉത്തരം, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അടുത്ത ചോദ്യം, ഹൂ ഈസ് ദ ഗവർണർ ഓഫ് മേഘാലയ? നമുക്ക് ഇപ്പോഴത്തെ ഗവർണറാണ് പ്രസക്തമായിട്ടുള്ളത്. ഇപ്പോഴത്തെ മേഘാലയ ഗവർണർ സത്യപാൽ മാലിക്കാണ്. അടുത്ത ചോദ്യം, ബെസ്റ്റ് ഡോക്യുമെൻ്ററി ഫിലിം ഓഫ് 2015 ഓസ്കാർ സിറ്റിസൺ 4 ഈസ് ഡയറക്റ്റഡ് ബൈ? ഉത്തരം ഓപ്ഷൻ സി ആണ്, ലൗറ പോയിട്രാസ്. അടുത്ത ചോദ്യം, ഹൂ വൺ ദ മാൻ ബുക്കർ പ്രൈസ് ഫോർ 2015? PSC ക്യാൻസൽഡ് ആണ് ചോദ്യം, ഓപ്ഷൻ ഇല്ലാത്തതുണ്ട്. നമുക്കിപ്പോൾ പ്രസക്തമായിട്ടുള്ളത് മാൻ ബുക്കർ പ്രൈസ് 2019 ലഭിച്ചത് മാർഗരറ്റ് അറ്റ്വുഡിനാണ്. കൃതി ദ ടെസ്റ്റമെൻറ്റ്സ്
2019 മാർഗരറ്റ് അറ്റ്വുഡ് കൃതി ദ ടെസ്റ്റമെൻറ്റ്സ്. 2020 ലഭിക്കുന്നത് ഡഗ്ലസ് സ്റ്റുവാർട്ടിനാണ്, കൃതി ഷഗ്ഗി ബെയിൻ. ഡഗ്ലസ് സ്റ്റുവാർട്ട്, കൃതി ഷഗ്ഗി ബെയിൻ. അടുത്ത ചോദ്യം, വിച്ച് സിറ്റി വാസ് ദ വെന്യൂ ഓഫ് ദ 19th നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ 2015? ഇത് ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് PSC ക്യാൻസൽ ചെയ്ത ചോദ്യമാണ്. പക്ഷെ നമുക്ക് പ്രസക്തമായിട്ടുള്ളത് 23rd നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ 2020 നടന്നത് ലക്നൌവിൽ വെച്ചിട്ടാണ്. അടുത്ത ചോദ്യം, ഹൂ ഈസ് ദ CEO ഓഫ് സിൻഡിക്കേറ്റ് ബാങ്ക്? സിൻഡിക്കേറ്റ് ബാങ്കിൻ്റെ ഇപ്പോഴത്തെ CEO മൃത്യുഞ്ജയ് മഹാപത്രയാണ്. 2018 മുതൽ അദ്ദേഹമാണ് സിൻഡിക്കേറ്റ് ബാങ്കിൻ്റെ CEO. അടുത്ത ചോദ്യം, ഹൂ ഈസ് ദ പ്രസൻറ്റ് ചെയർമാൻ ഓഫ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി? പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ പ്രസൻറ്റ് ചെയർമാൻ ആരെന്നാണ്. ഓപ്ഷനിലില്ല. അതിൻ്റെ ഉത്തരം അധീർ രഞ്ജൻ ചൗധരി എന്നാണ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ഇന്ത്യസ് റാങ്ക് ഇൻ ഗ്ലോബൽ ഹാപ്പിനെസ് ഇൻഡെക്സ് 2015? ഇവിടെ ഉത്തരം ഓപ്ഷൻ സി ആണ്, 117. എന്നാൽ 2021 ഗ്ലോബൽ ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 139ആണ്. അടുത്ത ചോദ്യം, നെയിം ദ ഹെവിയസ്റ്റ് നെക്സ്റ്റ് ജനറേഷൻ റോക്കറ്റ് ലോഞ്ച്ഡ് ബൈ ISRO റീസെൻ്റ്ലി? ഉത്തരം ഓപ്ഷൻ ബി ആണ്, GSLV മാർക്ക് 3. അടുത്ത ചോദ്യം, ഹൂ ഈസ് ദ ഓഥർ ഓഫ് ദ ബുക്ക് ലൈവ്സ് ഓഫ് അതേഴ്സ്? ലൈവ്സ് ഓഫ് അതേഴ്സ് എന്ന ബുക്ക് എഴുതിയത് ഉത്തരം ഓപ്ഷൻ സി ആണ്, നീൽ മുഖർജി. അടുത്ത ചോദ്യം, വേർ വാസ് ദ 2015 കോമൺവെൽത്ത് ഗെയിംസ് ഹെൽഡ്? അത് PSC ക്യാൻസൽ ചെയ്ത ചോദ്യമാണ്. എന്നാൽ 2018 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വെന്യൂ ഗോൾഡ് കോസ്റ്റ് ഓസ്ട്രേലിയ ആയിരുന്നു. അതുപോലെ 2022 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വെന്യൂ ആയിട്ട് നിശ്ചയിച്ചിട്ടുള്ളത് ബർമിംഗ്ഹാം UK ആണ്. അടുത്ത ചോദ്യം, ഹൂ ഈസ് ഓൾസോ നോൺ എസ് മുത്തുക്കുട്ടി സ്വാമി? മുത്തുക്കുട്ടി സ്വാമി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, വൈകുണ്ഠസ്വാമി. വൈകുണ്ഠസ്വാമികളുടെ ആദ്യകാല നാമം മുടിചൂടും പെരുമാൾ എന്നായിരുന്നു. പിൽക്കാലത്ത് അദ്ദേഹം മുത്തുക്കുട്ടി എന്നറിയപ്പെടുന്നു. സമത്വ സമാജം വാസ് ഫൗണ്ടഡ് ബൈ വൈകുണ്ഠസ്വാമികൾ ഇൻ 1836. 1836 സമത്വ സമാജം വൈകുണ്ഠസ്വാമികൾ സ്ഥാപിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സേയിങ് ആണ്, മനുതന് ജാതി ഒൻറൈ, മതം ഒൻറൈ, ദൈവം ഒൻറൈ, ഉലകം ഒൻറൈ, നീതി ഒൻറൈ. അടുത്ത ചോദ്യം, ഹൂ ഡിഡ് ഫസ്റ്റ് മലയാളം പ്രിൻറ്റിംഗ്? ആദ്യത്തെ മലയാളം പ്രിൻറ്റിംഗ് നടത്തിയത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ബെഞ്ചമിൻ ബെയ്ലി. അടുത്ത ചോദ്യം, ദ ഓർഡർ പെർമിറ്റിംഗ് ചാന്നാർ വുമൺ ടു വെയർ ദ ജാക്കറ്റ് വാസ് ഇഷ്യൂഡ് ബൈ വിച്ച് ദിവാൻ? ഉത്തരം ഓപ്ഷൻ എ ആണ്, കേണൽ മൺട്രോ. മേൽമുണ്ട് സമരം എന്നറിയപ്പെടുന്നത് ചാന്നാർ ലഹളയാണ്. ഉത്രം തിരുനാൾ മഹാരാജ ഗേവ് ദ കംപ്ലീറ്റ് റൈറ്റ് ടു വുമൺ ഇൻ ഓൾ കാസ്റ്റ് ടു വെയർ ദ അപ്പർ ബോഡി ക്ലോത്ത്സ് ത്രൂ ദ ഡിക്ലറേഷൻ ഓൺ 1859 ജൂലൈ 26. അടുത്ത ചോദ്യം, ദ കൊച്ചി പുലയ മഹാസഭ വാസ് ഫൗണ്ടഡ് ഇൻ 1913 അണ്ടർ ഹൂസ് ലീഡർഷിപ്പ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, പണ്ഡിറ്റ് KP കറുപ്പൻ. അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം കണ്ടത്ത് പറമ്പിൽ പപ്പു കറുപ്പൻ എന്നാണ്. ലിങ്കൺ ഓഫ് കേരള എന്നും ദ ഫസ്റ്റ് ഹ്യൂമൻ റൈറ്റ് ആക്ടിവിസ്റ്റ് ഫ്രം കൊച്ചിൻ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നതും പണ്ഡിറ്റ് KP കറുപ്പനാണ്. അടുത്ത ചോദ്യം, നെയിം ദ ഫസ്റ്റ് ട്രാവലോഗ് ഇൻ മലയാളം? ഉത്തരം ഓപ്ഷൻ ബി ആണ്, വർത്തമാന പുസ്തകം. കേരളത്തിലെ ആദ്യത്തെ ലിറ്ററസി മാഗസീനാണ് വിദ്യാവിലാസിനി. 1881 വിദ്യാവിലാസിനി പബ്ലിഷ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, പേരമ്പാടി ഘട്ട് ഗീവ് ആക്സസ് ടു വിച്ച് പ്ലേസ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, കൂർഗ്. ദ ലാർജസ്റ്റ് പാസ് ഇൻ ദ വെസ്റ്റേൺ ഘട്ട് ഈസ് പാലക്കാട് ഗ്യാപ്പ്. പാലക്കാട് ഗ്യാപ്പ് കണക്ട് ചെയ്യുന്നത് കോയമ്പത്തൂരിനെയും പാലക്കാടും തമ്മിലാണ്. അടുത്ത ചോദ്യം, ദ മെഗാലിത്തിക് സൈറ്റ് ഓഫ് ചേരമങ്ങാട് ഈസ് ലോക്കലി നോൺ ആസ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കുടക്കല്ലുപറമ്പ്. അപ്പോൾ കേരളത്തിലെ കുറച്ച് മെഗാലിത്തിക് സൈറ്റ്സ് നമുക്ക് നോക്കാം. മറയൂർ ഇടുക്കി, പോർക്കളം തൃശ്ശൂർ, കുപ്പക്കൊല്ലി വയനാട്, മാങ്കാട് കൊല്ലം, അനക്കര പാലക്കാട്, പഴയന്നൂർ തൃശ്ശൂർ, കുറുമശ്ശേരി എറണാകുളം, മഞ്ചാട് തൃശ്ശൂർ. അടുത്ത ചോദ്യം, ഹിപ്പാലസ് ദ ഫൗണ്ടർ ഓഫ് ദ സൗത്ത് വെസ്റ്റ് മൺസൂൺ വാസ് എ പൈലറ്റ് ഫ്രം വിച്ച് കൺട്രി? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഗ്രീസ്. ഇന്ത്യയിലേക്ക് എത്തിയ പ്രമുഖ സഞ്ചാരികളും അവരുടെ നേറ്റീവ് പ്ലേസസും നമുക്ക് നോക്കാം.
ഇബൻ ബത്തൂത്ത മൊറോക്കൻ സഞ്ചാരിയാണ്. ഡോമിംഗോ പയസ് പോർച്ചുഗൽ സഞ്ചാരി. നിക്കോളോ കോണ്ടി ഇറ്റാലിയൻ സഞ്ചാരി. അബ്ദുൾ റസാഖ് പേർഷ്യൻ സഞ്ചാരി. ഫാഹിയാൻ ചൈനീസ് സഞ്ചാരി. സുലൈമാൻ അറബ് സഞ്ചാരി. മാർക്കോ പോളോ വെനീഷ്യൻ സഞ്ചാരി. അടുത്ത ചോദ്യം, സെന്തുരുണി വൈൽഡ് ലൈഫ് സാങ്ച്വറി ഈസ് എ പാർട്ട് ഓഫ് വിച്ച് ഫോറസ്റ്റ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, കുളത്തുപുഴ. അടുത്ത ചോദ്യം, വിച്ച് ഈസ് ദ ലാർജസ്റ്റ് സിറ്റി ഓൺ ദ ബാങ്ക് ഓഫ് റിവർ ഗോദാവരി? ഉത്തരം ഓപ്ഷൻ ബി ആണ്, രാജമുദ്രി. അടുത്ത ചോദ്യം, ഇന്ത്യ ഹാസ് ലാർജസ്റ്റ് ബോർഡർ വിത്ത് വിച്ച് കൺട്രി? ഉത്തരം ഓപ്ഷൻ സി ആണ്, ബംഗ്ലാദേശ്. അടുത്ത ചോദ്യം, ഹൂ ഈസ് പോപ്പുലർലി നോൺ എസ് ലോകഹിതവാദി? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഗോപാൽ ഹരി ദേശ്മുഖ്. ദേശബന്ധു എന്നറിയപ്പെടുന്നത് സി ആർ ദാസ് ആണ്. മഹാമന എന്നറിയപ്പെടുന്നത് മദൻ മോഹൻ മാളവിയാണ്. ബാപ്പു എന്നറിയപ്പെടുന്നത് ഗാന്ധിജിയാണ്. ഗുരുജി എന്നറിയപ്പെടുന്നത് ഗോൾവാക്കറാണ്. പ്രിയദർശിനി എന്നറിയപ്പെടുന്നത് ഇന്ദിരാഗാന്ധിയാണ്. ബെയർ ഫൂട്ടഡ് പെയിൻറ്റർ എന്നറിയപ്പെടുന്നത് എം എഫ് ഹുസൈനാണ്. ഇന്ത്യൻ ഷേക്സ്പിയർ എന്നറിയപ്പെടുന്നത് കാളിദാസയാണ്. ബാബുജി എന്നറിയപ്പെടുന്നത് ജഗ്ജീവൻ റാമാണ്. അടുത്ത ചോദ്യം, ദ റാണി ഓഫ് ഝാൻസി ഹാഡ് ഡൈഡ് ഇൻ ദ ബാറ്റിൽ ഫീൽഡ് ഓൺ? ഉത്തരം ഓപ്ഷൻ സി ആണ്, 18th June 1858. അടുത്ത ചോദ്യം, ഹൂ വാസ് ദ ഫസ്റ്റ് മുസ്ലിം പ്രസിഡന്റ് ഓഫ് ഇന്റർനാഷണൽ കോൺഗ്രസ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ബദറുദ്ദീൻ തിയാബ്ജി. അടുത്ത ചോദ്യം, തത്വബോധിനി പത്രിക പ്രൊമോട്ടഡ് ദ സ്റ്റഡി ഓഫ് ഇന്ത്യാസ് പാസ്റ്റ് ഇൻ വിച്ച് ലാംഗ്വേജ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ബംഗാളി. 6th October 1839 ദേവേന്ദ്രനാഥ ടാഗോറാണ് തത്വവർജിനി സഭ സ്ഥാപിക്കുന്നത്. തത്വവർജിനി സഭ പിന്നീട് തത്വബോധിനി സഭയായിട്ട് മാറുന്നു. 1859 തത്വബോധിനി സഭ ബ്രഹ്മസമാജവുമായി ദേവേന്ദ്രനാഥ ടാഗോർ ലയിപ്പിക്കുന്നു. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ നെയിം ഓഫ് മൗണ്ട് എവറസ്റ്റ് ഇൻ നേപ്പാൾ? മൗണ്ട് എവറസ്റ്റ് നേപ്പാളിൽ അറിയപ്പെടുന്നത് ഓപ്ഷൻ സി, സാഗർ മാത എന്നാണ്. അടുത്ത ചോദ്യം, ഹൗ മെനി ഡിസ്ട്രിക്റ്റ് ആർ ദെയർ ഇൻ ഇന്ത്യ അക്കോർഡിംഗ് ടു 2011 സെൻസസ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 640. അടുത്ത ചോദ്യം, ദ ഫസ്റ്റ് ഇന്ത്യൻ മീട്രോളജിക്കൽ ഒബ്സർവേറ്ററി വാസ് സെറ്റപ്പ് അറ്റ് വിച്ച് പ്ലേസ്? PSC ക്യാൻസൽഡ് ആണ് ഈ ചോദ്യം. ഇന്ത്യൻ മീട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1875 ഇൻ കൊൽക്കത്ത. Headquarters of Meteorological Department was shifted to Delhi in 1944. അടുത്ത ചോദ്യം, ഹൂ വാസ് ദ ലീഡർ ഓഫ് ചിറ്റഗോങ് ആർമറി റെയ്ഡ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ചിറ്റഗോങ് ആർമറി റെയ്ഡ് സൂര്യസെൻ ആണ്. ചിറ്റഗോങ് ആർമറി റെയ്ഡ് നടക്കുന്നത് 18th April 1930 The woman member who was the active revolutionary of the armed independence movement led by Surya Sen was Kalpana Datta. The first woman martyr of Indian history, Preeti Leda Vadedar. അടുത്ത ചോദ്യം, സുപ്രീം കോടതി ജഡ്ജസ് റിട്ടയർ അറ്റ് ദ ഏജ് ഓഫ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 65. ഇന്ത്യയുടെ ഹയസ്റ്റ് ജുഡീഷ്യൽ അതോറിറ്റിയാണ് സുപ്രീം കോടതി. ഗാർഡിയൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും പ്രൊട്ടക്ടർ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ് എന്നും അറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സുപ്രീം കോർട്ട് വരുന്ന ആർട്ടിക്കിൾ 124 സുപ്രീം കോടതി ഇനോഗ്രേറ്റ് ചെയ്യപ്പെട്ടത് 28th January 1950 തിലക് മാർഗ് റോഡ്, ന്യൂഡൽഹിയിലാണ്. സുപ്രീം കോടതിയുടെ പിൻകോഡ് 110201 ആണ്. അടുത്ത ചോദ്യം, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഈസ് എക്സ്പെക്റ്റഡ് ടു റിപ്ലൈ വിത്തിൻ ഡാഷ് അവേഴ്സ് ഇഫ് ദ ലൈഫ് ആൻഡ് ലിബർട്ടി ഓഫ് പേഴ്സൺ ഈസ് ഇൻവോൾവ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, 48 hours. അടുത്ത ചോദ്യം, നാഷണൽ മിഷൻ ഫോർ ജസ്റ്റിസ് ഡെലിവറി ആൻഡ് ലീഗൽ റിഫോംസ് ഇൻ ഇന്ത്യ വാസ് സെറ്റപ്പ് ഇൻ ദ ഇയർ? ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് PSC ക്യാൻസൽ ചെയ്താണ്. കറക്റ്റ് ഉത്തരം ജൂൺ 2011 അപ്പോൾ നാഷണൽ മിഷൻ ഫോർ ജസ്റ്റിസ് ഡെലിവറി ആൻഡ് ലീഗൽ റിഫോംസ് ഇൻ ഇന്ത്യ വാസ് അപ്രൂവ്ഡ് ഇൻ ജൂൺ 2011. അടുത്ത ചോദ്യം, സെക്ഷൽ ഹറാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസ് ആക്ട് വാസ് പാസ്ഡ് ഇൻ ദ ഇയർ? ഓപ്ഷൻ ബി 2013. അടുത്ത ചോദ്യം, ദ റിപ്പോർട്ട്സ് ഓഫ് ദ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഈസ് എക്സാമിൻഡ് ബൈ ഡാഷ് കമ്മിറ്റി ഇൻ ദ പാർലമെന്റ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിൽ 22 അംഗങ്ങളാണ് ഉണ്ടാവുക.
15 മെമ്പേഴ്സ് ഫ്രം ലോക്സഭയും 7 മെമ്പേഴ്സ് ഫ്രം രാജ്യസഭയുമാണ്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കാലാവധി 1 വർഷമാണ്. ദ ചെയർമാൻ ഓഫ് ദ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ഈസ് അപ്പോയിൻറ്റഡ് ബൈ ദ സ്പീക്കർ. ഹീ ഈസ് സെലക്ടഡ് ഫ്രം ദ ഓപ്പോസിഷൻ പാർട്ടി. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ പ്രധാന ഫംഗ്ഷനാണ് ടു എക്സാമിൻ ദ ഓഡിറ്റ് റിപ്പോർട്ട് ഓഫ് ദ CAG ആഫ്റ്റർ ഇറ്റ് ഈസ് ലെയ്ഡ് ഇൻ ദ പാർലമെൻറ്റ്. പോസ്റ്റ്മോർട്ടം കമ്മിറ്റി എന്നും പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി അറിയപ്പെടുന്നു. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ലോക്സഭാ സ്പീക്കർക്കാണ്. അടുത്ത ചോദ്യം, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഇൻ ഇന്ത്യ വാസ് സെറ്റപ്പ് ഇൻ ദ ഇയർ. ഉത്തരം ഓപ്ഷൻ സി ആണ്, 1993. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് പട്ടേൽ ഭവൻ, ന്യൂഡൽഹിയാണ്. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 12th October 1993 under the Protection of Human Rights Ordinance of 28th September 1993. അടുത്ത ചോദ്യം, റൈറ്റ് ടു എഡ്യൂക്കേഷൻ കംസ് അണ്ടർ ദ ആക്ട്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 21A. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പാസ്സാക്കിയത് 26 ഓഗസ്റ്റ് 2009 എന്നാൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 1st April 2010 ആണ്. The age limit of the children come under this act 6 to 14 years of age. അടുത്ത ചോദ്യം, A vindication of the rights of women is written by. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മേരി വോൾസ്റ്റോൺക്രാഫ്റ്റ്. അടുത്ത ചോദ്യം, The institution ലോകായുക്ത was created for the first time by the state of. ഉത്തരം ഓപ്ഷൻ എ ആണ്, മഹാരാഷ്ട്ര. The word Lokpal was first introduced by Mr. L.M. Singhvi 1963. The concept of constitutional ombudsman was first proposed in parliament by Ashok Kumar Sen. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ലാസ്റ്റ് ചോദ്യം, A special interim report on the problem of readdressal of grievance was submitted by ARC headed by. ഉത്തരം ഓപ്ഷൻ സി ആണ്, മൊറാർജി ദേശായി. ARC എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷൻ. ഫസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷൻ വാസ് സെറ്റപ്പ് ഇൻ ഇന്ത്യ ഇൻ 1966. ഫസ്റ്റ് ചെയർമാൻ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷൻ മൊറാർജി ദേശായി ആയിരുന്നു. അവരതിൻ്റെ ഫസ്റ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് 1970 ഈ ചോദ്യ പേപ്പറിലെ ബാക്കി ചോദ്യങ്ങളുടെ എക്സ്പ്ലനേഷൻസുമായി നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും വീഡിയോ ഉപയോഗപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോയെക്കുറിച്ചുള്ള സജഷൻസ് കമൻറ്റ് ചെയ്യണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്